മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. രാവിലെ നമ്മൾ വട്ടവടയ്ക്ക് പോവുകയാണ് ഗൈസ്. രാവിലെ എല്ലാവരെയും ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങ് വട്ടവടയ്ക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ആയിട്ട് ഒന്നും എടുത്തുള്ളൊരു ട്രിപ്പല്ല ഇത്. ആദ്യമേ നമ്മൾ ഓർത്തു സൂര്യനെല്ലി ആ ഏരിയ പിടിക്കാൻ ഓർത്ത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല. പിന്നെ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് വട്ടവട പിന്നെ ചൂസ് ചെയ്തത്. ഇത് നോക്കാം എന്താകും ക്ലൈമറ്റ്, റോഡ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വട്ടവടയ്ക്ക്. നോക്കാം. സത്യം പറഞ്ഞാൽ ഈ റൈഡ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അവനായിട്ടാണ് പോകുന്നത്. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഇപ്പം മഴയായിട്ട് റോഡ് മൊത്തം അത്യാവശ്യം വെറ്റായിട്ട് കിടക്കുന്ന ഒരു കണ്ടീഷനാണ്. സമയം ഇപ്പം അറൗണ്ട് ഒരു 4-4:30 ആയി കാണും. അതെ, 4:45. അങ്ങനെ നമ്മൾ 1000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ദൈവമേ, മൈലേജ് പോയിൻറ്സും കൂടെ ആഡ് ചെയ്യാം. ആ ആ കറൻ്റ്ലി ഇപ്പം നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്നാർ പോകുന്ന റോഡിലാണുള്ളത്. അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല ഇതുവരെ. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. അതുപോലെ റോഡിൻ്റെ അവസ്ഥ ഇപ്പം ഭയങ്കര ശോകമാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ച് റോഡ് മാത്രം അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് മൊത്തം ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഏറ്റവും വലിയ സീൻ വരുന്നത് ഈ റോഡാണ്. നമ്മൾ പെട്രോളിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ നേരത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വണ്ടിക്ക് വരാൻ വേണ്ടി പോകുന്നതെന്ന് ഓർത്തിട്ടാണ് പലരും ഇപ്പം ട്രിപ്പ് പോകാണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് ഉള്ള എക്സ്പൾസും അല്ലെങ്കിൽ ഹിമാലയൻ അങ്ങനത്തെ മോഡൽസിനൊക്കെ ഇപ്പം ഈ ഒരു കണ്ടീഷനിലുള്ള റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വിശ്വസിച്ചൊന്ന് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതാണ് ഈ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ റൂട്ട് വരുന്നത് നേര്യമംഗലം വഴിയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. കറക്റ്റ് നമ്മളിപ്പോൾ നേര്യമംഗലം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മൂന്നാറിന്ന് വട്ടവട.
കട്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം. ഏതായാലും ഒരു ഫ്രെയിം രാവിലെ ഈ മരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ കോടയൊക്കെ പൊങ്ങി വരുന്നത് നോക്കിക്കേ. കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു, കുറച്ച് ഡിലേ ആയിപ്പോയി. ഒരു ഗ്രൂപ്പ് റൈഡായിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പിന്നെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും ബിസി. ചിലർക്കൊക്കെ ഓണത്തിൻ്റെ തിരക്കും ഇതിൻ്റെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പേര് പോയി. പിന്നെ എങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും വരണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇറങ്ങിയത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എലിഫൻറ്റ് ക്രോസിംഗ് സോൺസ് ആണ്. നമുക്ക് ആനയെ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല, നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മണ്ണിടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും സ്ഥലത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു. ഇത് ഈയിടയ്ക്കും കണ്ട മണ്ണിടിഞ്ഞാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇനിയുള്ളൊരു 4-5 വർഷത്തിനകം ഇനിയും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തോ ഒരു സ്ഥലത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല വന്നത്. പിന്നെ ഇത്രയും ലോങ് പോകുമ്പം ഒരു ഒരു വ്ളോഗായിട്ട് എടുക്കാം എന്ന് വിചാരിച്ച, പ്രത്യേകിച്ച് കണ്ടൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൈൻഡിൽ ചെയ്യാൻ വേണ്ടി. ചുമ്മാ ജസ്റ്റ് ഒരു റൈഡ് അത്രയും ഉദ്ദേശിച്ചാണ് വന്നേക്കുന്നത്. നമുക്ക് വ്ളോഗ് എടുക്കുന്ന ടൈമിൽ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന് മാത്രമുള്ള സ്കില്ല് ഞാനായിട്ടില്ല. ഒരു വ്ളോഗിനുള്ളതുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു വ്ളോഗായിട്ട് തന്നെ ഇത് കാണാം. ഇല്ലെങ്കിൽ ഇതെൻ്റെ ഡ്രാഫ്റ്റിൽ ഇങ്ങനെ കിടക്കും. നമുക്ക് ഇവിടുന്ന് 21 കിലോമീറ്റർ കഴിയുമ്പോൾ മൂന്നാറിനുള്ള റോഡിന് തിരിയണം. ഈ ഭാഗത്തെ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. ഇങ്ങനത്തെ റോഡ് നമ്മുടെ കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കറൻ്റ്ലി ഉള്ള ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം നല്ല വെതറാണ്. മഴക്കാരും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും മഴ പെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതണനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ. ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതണനാദം കേട്ടേ നാടാകെ നടനം കണ്ടേ. ചാരത്തൊരു മഴവില്ലുണ്ടേ, ചാരത്തൊരു മഴവില്ലുണ്ടേ, ചേരൊത്ത നിറങ്ങൾ തന്നേ കാണാത്തൊരു കനവും കണ്ടേ. ഞാനെന്ന ഭാവം മാഞ്ഞേ മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ. ഭയങ്കര ഫോഗ്, ഒന്നുമേ കാണക്കൂടാതെങ്ക. ആഹാ, അത് കൊള്ളാമല്ലോ. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ മാറി കിടക്കുവാണോ? ഒരു വകയും കാണത്തില്ല.
റോഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല, ഒന്നുമേ കാണക്കൂടാതെങ്ക. പിന്നെ എല്ലാവരും ഊഹം വെച്ചിട്ട് പോകുന്നതാണ്. ദൈവമേ, ഒന്നും കാണത്തില്ല ഗൈസ്. മൊത്തം കോടയെന്ന് വെച്ചാൽ കോടയോട് കോട.